എല്ലാവർക്കും കേശുവിൻ്റെ വൃന്ദാവനത്തിലോട്ട് വീണ്ടും സ്വാഗതം. അപ്പോൾ ഈ വീഡിയോസ് എല്ലാം ഒരു 3-4 ദിവസം മുന്നേ എടുത്തതാണ്, വെള്ളിയാഴ്ചത്തെ വീഡിയോകളാണ്. അപ്പോൾ എന്ത് പറയാനായിട്ട്, നമ്മൾ പെട്ടെന്നാണല്ലോ നമുക്ക് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ വരണത്. പ്രത്യേകിച്ച് കർക്കിടക മാസം ആകുമ്പോഴേ പണ്ടുള്ളവർ പറയുമല്ലോ, കർക്കിടകമാണ് ഭയങ്കര ദുർഘടം പിടിച്ചത് മാസമാണ്, ആനയാണ്, ചേനയാണ്, കൂനയാണെന്നൊക്കെ. പക്ഷേ എന്നെ സംബന്ധിച്ച് അങ്ങനെ നമുക്ക് കർക്കിടകമായിട്ട് പ്രത്യേകിച്ച് ദുർഘടങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. അങ്ങനെ പ്രത്യേകിച്ച് ഉള്ള അസുഖങ്ങളോ കാര്യങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അങ്ങനെ വന്നിട്ടില്ല. പക്ഷേ ഈ കർക്കിടകത്തിൽ കഴിഞ്ഞ വർഷം വരെ കർക്കിടകം എങ്ങനെയായിരുന്നു അതുപോലെ അല്ലാണ്ട് ഞാൻ കുറേ കൂടെ ഭയങ്കര രീതിയിലാണ് ഇപ്പോഴത്തെ കർക്കിടകത്തിന് ഇങ്ങനെ വരവേറ്റത്. അതുകൊണ്ടായിരിക്കും എനിക്കിട്ട് തന്നെ ഒരു പണി തരാമെന്ന് കർക്കിടകവും വിചാരിച്ചത്. അങ്ങനെ രാവിലെ എഴുന്നേറ്റ് കേശുവിന് പോകാനുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴൊക്കെ എനിക്ക് കുറച്ച് ദിവസം കൊണ്ട് കൈക്ക് ചെറിയൊരു വേദന ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ വഴിയേ പറയാം. അപ്പോൾ ആദ്യം നല്ല സന്തോഷമുള്ള കാര്യങ്ങൾ പറയാം. എന്തിനാണ് നമുക്ക് എപ്പോഴും നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കണത് സന്തോഷമായിട്ടിരിക്കണതും ഒക്കെ അല്ലേ കാണാനും പങ്കുവയ്ക്കാനും ഒക്കെ നല്ലത്. അപ്പോൾ രാവിലെ എൻ്റെ പതിവ് പോലുള്ള ജോലികളൊക്കെ ഇവിടെ നടക്കുകയാണ്. അരി അടുപ്പത്തിടണമുണ്ട്, പിന്നെ ഇനി മോന് കൊണ്ടുപോകാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇത് വെള്ളിയാഴ്ചത്തെ വീഡിയോ ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ അന്നേ വീഡിയോസൊക്കെ എല്ലാം കുറേ വീഡിയോസ് നമ്മളിങ്ങനെ എടുത്തെടുത്ത് സ്റ്റോക്ക് ചെയ്ത് വെക്കുമല്ലോ, അങ്ങനെ വീഡിയോസൊക്കെ എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ അതിനെ ഒന്ന് എഡിറ്റ് ചെയ്ത് എനിക്കൊരു ഷോർട്സ് പോലും ഇടാനായിട്ട് തോന്നിയതുമില്ല, പറ്റിയതുമില്ല. ആ ഒരു അവസ്ഥ 2 ദിവസം ശരിക്കും നമ്മളങ്ങ് വയ്യാണ്ടായിപ്പോയി. അതുകൊണ്ടാണ് എനിക്ക് ഒന്നിനും പറ്റാണ്ടിരുന്നത്. അല്ലെങ്കിൽ ഞാൻ മാക്സിമം എന്തില്ലെങ്കിലും എൻ്റെ വീഡിയോസ് ഞാൻ അങ്ങനെ മുടക്കാറേ ഇല്ല. അപ്പോൾ കേശുവിനിപ്പം വേറൊരു കാര്യമുള്ളത്, കേശുവിനിപ്പം ബിരിയാണി കഴിച്ച് മടുത്തും 2 മാസം കൊണ്ട് കഴിക്കുകയല്ലേ. അപ്പോൾ ഇപ്പോൾ പറയാനുണ്ട്, അമ്മേ എനിക്ക് പോകുമ്പോഴേക്ക് രാവിലെ ദോശ ഉച്ചയ്ക്ക് അപ്പം, അല്ലെങ്കിൽ രാവിലെ ദോശ ഉച്ചയ്ക്ക് ഇഡ്ഡലി. എൻ്റെ ഫ്രണ്ട്സൊക്കെ അങ്ങനെയാണ് കൊണ്ടുവരണത്. അപ്പോൾ ഞങ്ങൾ പറയും, നിൻ്റെ കൂടെ പറഞ്ഞാൽ നീ കേൾക്കില്ലല്ലോ, നിനക്ക് ബിരിയാണി മാത്രം മതിയെന്ന് പറഞ്ഞല്ലേ നീ ഇരിക്കണമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ പാവം കേട്ട മോൻ അങ്ങനെ ഇപ്പോൾ ചിലപ്പോൾ രാവിലെ ദോശ കൊടുക്കും, ഉച്ചയ്ക്ക് ഇഡ്ഡലി കൊടുക്കും. അപ്പോൾ ഒറ്റ മാവിൽ 2 നടക്കുമല്ലോ, 2 കഴിക്കുകയും ചെയ്യും. അങ്ങനെ ഇന്ന് പറഞ്ഞ് പിന്നെ ഒരു ദിവസം പറഞ്ഞായിരുന്നു രാവിലെ ചപ്പാത്തി വേണം, പിന്നെ ചപ്പാത്തിയും വേണം ഇഡ്ഡലിയും വേണമെന്ന് പറഞ്ഞു. എനിക്കാണെങ്കിൽ ചപ്പാത്തിന്ന് പരത്താനൊന്നും വയ്യാണ്ടായിപ്പോയായിരുന്നു. അങ്ങനെ അമ്മ തന്നെ ചപ്പാത്തിയൊക്കെ പരത്തി ഇഡ്ഡലിയൊക്കെ ആക്കി അന്നൊരു ദിവസം കൊടുത്തിട്ട് അങ്ങനെ ഇപ്പോൾ ഓരോ ദിവസം ഇതുപോലത്തെ ഓരോ സംഭവങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഇടിയപ്പവും ഉച്ചത്തേക്ക് ഇടിയപ്പവും രാവിലത്തേക്ക് അപ്പവും ആക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇടിയപ്പവും അപ്പവും ഒക്കെ അവിടെ ഞാനും റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തോന്ന് പറയാനായിട്ട് കുറേ ഉണ്ട് കേട്ടോ, നിങ്ങളുടെ അടുത്തൊക്കെ പറയാനായിട്ട് കാര്യങ്ങൾ. എന്തൊക്കെയാണ് പറയണമെന്നൊന്നും എനിക്കിപ്പോൾ ഒരു പിടുത്തമില്ല, ഒരു ബോധമില്ലായിരിക്കും. ഇപ്പോഴത്തെ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്തതാ ഇന്ന് അപ്ലോഡ് ചെയ്യണം ഈ ദിവസം എനിക്കിപ്പോൾ പറയത്തക്ക യാതൊരു പ്രശ്നങ്ങളുമില്ല. പക്ഷേ ചെറിയ കൈവേദനയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എന്നാലും ഈ വലിയ രീതിയിലുള്ള ആ ഒരു 2 ദിവസം ഞാൻ അനുഭവിച്ച കണക്കുള്ള കാര്യങ്ങളൊക്കെ എല്ലാം മാറി. എനിക്കാണെങ്കിൽ ആ 2 ദിവസം ഭയങ്കര ബുദ്ധിമുട്ടാന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നമ്മളെ ശരീരം ഇങ്ങനെ അടിച്ചു നുറുക്കണ വേദനയൊക്കെ ഒന്നൊക്കെ പറയൂല, ആ രീതിയിലൊക്കെ ആയിപ്പോയായിരുന്നു. ഞാൻ വിചാരിച്ചു, ഈശ്വര ഈ പ്രായത്തിൽ എൻ്റെ കാര്യം പോക്കാവോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോണ സമയങ്ങളുണ്ടല്ലോ, നമുക്കൊന്നും ചെയ്യാൻ പറ്റാണ്ട്. ഞാനാണെങ്കിൽ മാക്സിമം ഇപ്പോൾ പണ്ടത്തെ കാര്യമൊന്നുമല്ല, ഇതൊക്കെ ചിലപ്പോൾ അമ്മ ഇപ്പോൾ കേൾക്കണമെങ്കിൽ പറയുമോ പിന്നെ ഇവിടെ പണ്ടേ അങ്ങനെ തന്നെയായിരുന്നു. പണ്ടൊക്കെ ഒരു ചെറിയ മൂക്കിപ്പനി വന്നാലും ഞാൻ ചുരുണ്ടുകൂടി കിടക്കുക, ആഹാരം കഴിക്കാതെ ഒരേ കിടപ്പായിരുന്നു. അപ്പോൾ അമ്മ വന്നിട്ട് ഇങ്ങനെ എണീച്ചിരി, നീ ഒന്ന് എണീച്ചിരി. ഇപ്പം ഞാനായിരുന്നാലും അനിയത്തിയായിരുന്നാലും അങ്ങനെയാണ്, നമ്മൾ കിടക്കണമെന്ന് അമ്മയ്ക്ക് ഇഷ്ടമല്ല. അമ്മ വന്നിട്ട് എണീച്ചിരി എന്ന് പറയും. നമുക്കത് കേൾക്കുമ്പോൾ ഭയങ്കര ദേഷ്യം തോന്നും. പിന്നെ വയ്യാതെ കിടക്കുമ്പോഴാണ് വന്നിട്ട് എണീച്ചിരി എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പോൾ അതെനിക്ക് മനസ്സിലാവുന്നുണ്ട്. നമ്മൾ ഈ ഇപ്പം ചേട്ടനാണെങ്കിലോ കേശുവാണെങ്കിലോ ഇപ്പോൾ അവിടെ അമ്മയാണെങ്കിലോ ഒക്കെ വയ്യാതെ കിടക്കണാണപ്പോൾ നമുക്കൊരു സങ്കടമല്ലേ, അവരൊന്ന് എഴുന്നേറ്റിരിക്കണാണപ്പോൾ നമുക്കൊരു അസുഖമാണ്, എന്നാലും ഒരു സന്തോഷം ഒരു സമാധാനം ഉണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കും അമ്മ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ കല്യാണം നമുക്കിപ്പോൾ നമ്മളെ ജീവിതമൊക്കെ 2 പാർട്ടല്ലേ, കല്യാണത്തിന് മുന്നേ ഒരു പാർട്ട്, കല്യാണത്തിന് ശേഷം വേറൊരു പാർട്ട്. അപ്പോൾ കല്യാണത്തിന് മുന്നേ ഉള്ള നമ്മളെ സ്വഭാവം കണ്ടിട്ട് അങ്ങനെ ആയിരിക്കും പിന്നീട് നമ്മൾ അങ്ങോട്ടൊന്നും ആരെയും നമുക്ക് പറയാൻ പറ്റില്ല. നമുക്കൊക്കെ ഒരുപാട് മാറ്റങ്ങൾ
നമുക്ക് വരും. നമ്മൾ ജീവിതമൊക്കെ എന്താണ് അതുവരെ നമുക്ക് അറിയില്ല. നമ്മളെ ചുറ്റുമുള്ളവരെല്ലാം നല്ല ആൾക്കാരാണ്. നമുക്ക് കള്ളത്തരങ്ങളൊന്നും കാണാൻ പറ്റില്ല. എല്ലാവരും നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാരാണെന്നായിരിക്കും നമ്മളെ വിശ്വാസം. ആരും നമ്മൾ ദോഷകരമായിട്ടൊന്നും പറയൂല, എല്ലാവരും നല്ലവർ, അങ്ങനെ ഒരു രീതി ആയിരിക്കും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ കല്യാണത്തിന് ശേഷം ജീവിതമൊക്കെ അറിഞ്ഞു തുടങ്ങുമ്പോഴാണ് ഓരോ മുഖങ്ങളിലെയും കള്ളത്തരങ്ങളൊക്കെ നമ്മൾ തിരിച്ചറിയാനായിട്ടൊക്കെ തുടങ്ങണത്. അപ്പോൾ അതുപോലെയാണ് നമുക്ക് അപ്പോഴൊക്കെ ചെറിയ അസുഖങ്ങൾ അതിനെ കയറി കിടക്കും. ഇപ്പം അങ്ങനെയൊന്നുമല്ല. മാക്സിമം നോക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ എന്തോന്നി അസുഖത്തിൻ്റെ കാര്യങ്ങൾ പോലും വീട്ടിൽ പോലും പറയാറ് പോലും ഉള്ളൂ. മാക്സിമം നോക്കുക, അതങ്ങ് പോകുമെന്ന് പറഞ്ഞ്. അതുപോലെയായിരുന്നു ഞാനും കുറച്ച് ദിവസങ്ങളിൽ. അതൊക്കെ അങ്ങ് പോവും. പക്ഷേ നമുക്ക് ഒട്ടും വയ്യാതാവുമ്പോഴാണ് പ്രശ്നങ്ങൾ. അതുപോലെ എനിക്കാണെങ്കിൽ മാക്സിമം ഇപ്പോൾ കിടക്കണ കാര്യവും ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ 2 ദിവസം എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ മെൻ്റലിയും വീക്കായിപ്പോയി, ഫിസിക്കലിയും വീക്കായിപ്പോയി. ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു എനിക്ക്. മോന് വയ്യാതായിപ്പോയി. മോൻ ചെവിവേദന എടുത്ത് ഒരു രാത്രി ഫുള്ള് കരച്ചിലായിരുന്നു. തലയെ കൈ വെച്ച് വിളിയായിരുന്നു. നമ്മൾ കിംസിലൊക്കെ കൊണ്ടുപോയി അങ്ങനെ ഇങ്ങനെ എന്ത് പറയാനായിട്ട് മോനും അങ്ങ് ഭയങ്കര ഇതായിപ്പോയി. പിന്നെ അതങ്ങ് മാറി. ഒരു ദിവസത്തെ ബുദ്ധിമുട്ടേ ഉണ്ടായിരുന്നുള്ളൂ. എന്തായാലും മോനങ്ങ് മാറി. നമുക്ക് എന്തായാലും വന്നാലും പ്രശ്നമില്ല. മോന് വന്നാലുള്ള കാര്യം അറിയാമല്ലോ. മോന് വരുമ്പോഴാണ് നമ്മളും വീണ്ടും അസുഖക്കാരനാവണതും. അപ്പോൾ കേശുവിനുള്ള ഇടിയപ്പോൾ ഒക്കെ റെഡിയാക്കി കേശുദ പോവാനായിട്ട് ഇറങ്ങി. അപ്പോൾ ഇപ്പം കണ്ടത് വരെ ഒരു ദിവസത്തെ വീഡിയോ ആയിരുന്നു. ഇത് അടുത്ത ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. എനിക്ക് അങ്ങനെയൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ ഇപ്രാവശ്യം എന്തായാലും എന്നോടൊന്ന് ക്ഷമിക്കണം. അപ്പോൾ അന്ന് പിന്നെ കേശു സ്കൂളിലൊക്കെ പോയിട്ട് വന്ന് പിന്നീട് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് അപ്പം തൊട്ട് വയ്യായ്ക ഉള്ളതുകൊണ്ട് നമുക്ക് ആ ഒരു മൂഡൊന്നും വരണില്ലായിരുന്നു വീഡിയോ എടുക്കാനുള്ളത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നമ്മുടെ പാവയ്ക്ക് ഇഷ്ടംപോലെ കായ്ക്കണുണ്ട് കേട്ടോ, ഇഷ്ടംപോലെ. പക്ഷെ പലതും പല ഷേപ്പിലാണെന്നേ ഉള്ളൂ. അപ്പോൾ ആ ഒരു അരിവാള് പോലെ തന്നെ വാഴയ്ക്കന്ന് പാവയ്ക്ക എടുത്ത് അത് കേശുവിനെ കൊണ്ട് തന്നെ എടുപ്പിച്ച്. കേശുവിന് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു ഇതൊക്കെ ചെയ്യാനായിട്ട്. പിന്നെ ഇത് കണ്ടില്ലേ, മുള്ളോടുകൂടി അല്ലാത്ത രീതിയിൽ തന്നെയാണ് ഈ പാവയ്ക്ക വന്നത്. അങ്ങനെ 2 പാവയ്ക്കയും കൂടി നമ്മുടെ കുട്ടി കർഷകനെ കൊണ്ട് അടത്തെടുപ്പിച്ചിട്ടുണ്ട്. ഇനി ഒരെണ്ണം കൂടെ അവിടെ കിടപ്പുണ്ട്. അത് മിക്കവാറും കേശുവിൻ്റെ കൈക്ക് തന്നെ ഒതുങ്ങിക്കോളും. അപ്പോൾ ഞങ്ങൾക്കാണെങ്കിൽ ഇതാണ്ട് ഒരു മൂട്ടിൽ നിന്ന് ഇതുപോലെ പല ഷേപ്പിലും പല രീതിയിലൊക്കെ കിട്ടും. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര അതിശയം, ഈശ്വര ഇതെന്തോന്ന് ഇങ്ങനെ കാണുന്നത്, ഇങ്ങനെ കിട്ടണത്, ഒന്നും അറിഞ്ഞൂടെ, എന്താണെന്നൊന്നും അറിഞ്ഞൂടെ. ഇപ്പോഴും കായ്ക്കണതിൽ ഇപ്പോൾ കൂടുതൽ ഇങ്ങനെ നീളമുള്ളതാണ് ഇങ്ങനെ ചെറിയതായിട്ട് കാച്ച് കിടപ്പുള്ളത്. പക്ഷേ ഈ മുള്ളുള്ളത് കൊണ്ട് അതിൻ്റെ ഇടയിൽ എന്തൊക്കെയെന്നൊന്നും അറിഞ്ഞൂടെ. എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കണതെന്ന് ഒരു പിടുത്തവും ഇല്ല. അങ്ങനെ അമ്മ അതിൻ്റെ മെഴുക്ക് പുരട്ടാനായിട്ടൊക്കെ എടുത്തിട്ടുണ്ട്. എനിക്കാണെങ്കിൽ അത്ര കുഴപ്പമില്ല, ഞാൻ കഴിക്കും. എന്നാലും ചേട്ടനാണെങ്കിൽ അത് തൊടൂല. ഒരുപാട് ഗുണമുള്ളതാണ്, എന്നാലും എല്ലാ സംഭവങ്ങളും അറിയാം. എന്നാലും നമുക്ക് ചില കാര്യങ്ങളൊക്കെ മടിയല്ലേ കഴിക്കാനായിട്ടൊക്കെ. പിന്നെ ഇന്ന് നോക്കിയപ്പോൾ ചെമ്പരത്തി പൂ അങ്ങ് എന്ത് പറയട്ടെ അങ്ങ് പൂത്തൊലഞ്ഞ് കിടക്കുകയായിരുന്നു. നമ്മൾ ചെമ്പരത്തി പൂ കണ്ടില്ലേ, കുറച്ച് ഇങ്ങനെ താഴോട്ടാണ് അത് കൂടുതൽ നിൽക്കണത്. അങ്ങനെ സാധാരണ പോലെ ഇങ്ങനെ മുകളിലോട്ട് നിൽക്കില്ല. അതുപോലെ ഞാൻ പറഞ്ഞില്ല, ഇതൊരു ഹൈബ്രിഡ് ഇനം കൂടെയാണ്. അപ്പോൾ നല്ല കട്ട ചുവപ്പാണ്, നല്ല രക്തച്ചുവപ്പാണ്. പക്ഷേ നമ്മുടെ ഒറിജിനൽ നാടൻ ചെമ്പരത്തിപ്പൂ അങ്ങനെയല്ല. അപ്പോൾ ചെമ്പരത്തിപ്പൂവിൻ്റെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് നിന്നപ്പോഴാണ് ഞാൻ മീഷോയിൽ 2 ടോപ്പ് ഓർഡർ ചെയ്തിരിക്കുകയായിരുന്നു. ഓർഡർ ചെയ്തിട്ട് ഏകദേശം ഒരു 2 ആഴ്ച ആയെന്ന് തോന്നണം. മീഷോയിൽ ചില സമയം ഭയങ്കര താമസമാണ് കിട്ടാനായിട്ട്. അങ്ങനെ അതും വാങ്ങി അവിടെ വെച്ചിട്ട് നേരെ ഓടി സുനിതേച്ചിയുടെ വീട്ടിലാണ് വന്നത്. അപ്പോൾ സുനിതേച്ചി പറഞ്ഞ് കോവയ്ക്ക് അടത്ത് വെച്ചിട്ടുണ്ട്, നീ വന്നോ എന്ന് പറഞ്ഞ്. ചേച്ചിക്ക് ഒരു സ്ഥലം വരെ പോവുകയും വേണം. അങ്ങനെയാണ് മീഷോയിൽ നിന്ന് വന്ന് ടോപ്പൊക്കെ പൊട്ടിച്ചു പോലും നോക്കാണ്ട് ഞാൻ കാറിൻ്റെ മണ്ടയിൽ എടുത്ത് വെച്ചിട്ടാണ് ഓടിയത്. അപ്പോൾ ഞങ്ങളിതാ വന്ന് കോവയ്ക്കൊക്കെ എടുത്ത് പുളിഞ്ചിക്കയില്ല. ഈ നിൽക്കണ കണ്ടില്ലേ, ഭയങ്കര ഗുണമുള്ള ചീരയാണ് ചായമൻസ, ഷുഗർ ചീര, അങ്ങനെ കുറേ പേരുണ്ട്. പിന്നെ ഇതിനെ മടിയന്മാരെ ചീരയെന്നും പറയുന്നത് വേറെ ഒന്നുമല്ല. നമ്മളിതിനെ ഒടിച്ച് എവിടെ കൊണ്ട് കളഞ്ഞാലും അത് അവിടെ കിടന്നങ്ങ് വളർന്നോളും. അതുകൊണ്ടാണ് മടിയന്മാരെ ചീരയെന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് ഇതിൻ്റെ തോരൻ വെക്കണം. പിന്നെ കോവയ്ക്കാൻ ചേച്ചി അടത്ത് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇനി കോവയ്ക്കാൻ മെഴുക്ക് വരട്ടി. പിന്നെ ഇനി വേറെ എന്തൊരു വയ്ക്കാം, ചെമ്പരത്തിപ്പൂ വയ്ക്കണം. അപ്പോൾ ചെമ്പരത്തിപ്പൂവിൻ്റെ രസവും വയ്ക്കാം. കേശു
അങ്ങനെ ചായമൻസ ചീര എടുക്കാനാണ് വന്നത്. ഇഷ്ടം പോലെ എവിടെ കൊണ്ട് കളഞ്ഞാലും അത് അവിടെ കിടന്നങ്ങ് പൊടിച്ച് വളർന്ന് നിറയെ ഇതുപോലെ കൊഴുത്ത് നിൽക്കും. ഒരുപാട് ഗുണങ്ങളാണ് ഇതിന്. ഞാൻ പറഞ്ഞില്ലേ മടിയൻ ചീര എന്നൊരു പേരുണ്ട്. കാരണം നമ്മളതിൻ്റെ കമ്പൊടിച്ച് എവിടെ കൊണ്ട് കളഞ്ഞാലും അത് അവിടെ കിടന്നങ്ങ് പൊടിച്ചോളും. നമ്മൾ പിന്നെ അതിനെ മൈൻഡ് പോലും ചെയ്യേണ്ട. അതിങ്ങനെ വളർന്ന് 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 പന്തലിച്ച് നമുക്ക് ആവശ്യമുള്ള അത്രയും ഇലകൾ അത് തന്നോളും. അങ്ങനെ ചേച്ചി ഇവിടെ ഇവരെ വീട്ടിലാണെങ്കിൽ ഇതേ ഉള്ളൂ. അവരിപ്പോൾ അത് അവിടെ വേലിയായിട്ടും ഒക്കെ നട്ടിട്ടുണ്ട്. പിന്നെ ഇതിനെ ഒടിച്ചൊടിച്ച് കളഞ്ഞിരിക്കുന്നതെല്ലാം അവിടെ ഇങ്ങനെ പൊടിച്ചും കിടപ്പുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ട് ഇപ്പോൾ ഇവിടെ കുറേ സ്ഥലങ്ങളിൽ കുറേ വീടുകളിൽ അപ്പുറം ഇപ്പുറമൊക്കെ ഇത് നിൽക്കുന്നത് കാണാം. അപ്പോൾ ഞാൻ ആദ്യം ഈ സംഭവം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് പപ്പയെന്നായിരിക്കും. നമ്മുടെ പപ്പയ്ക്ക ഉണ്ടല്ലോ, അതിൻ്റെ ഏതോ വെറൈറ്റി പപ്പയ്ക്ക ആയിരിക്കും എന്നിട്ട് പപ്പയില പോലെയല്ലേ അതിരിക്കുന്നത്. അപ്പോൾ കുറേ നാളെന്ന് ഇതിനങ്ങനെ വലിയ മൈൻഡൊന്നും ചെയ്തില്ല. പിന്നെ ഒരു ദിവസം ഞാൻ ഒരു വീഡിയോ കണ്ടപ്പോഴാണ്, അയ്യോ ഇതല്ലേ സുനിത ചേച്ചിയുടെ വീട്ടിൽ നിൽക്കുന്നത്. അങ്ങനെ ഞാൻ ചോദിച്ചു, ചേച്ചി ഈ സംഭവമാണ്. പക്ഷേ അപ്പോൾ ആ ചേച്ചി പറഞ്ഞത് ചീരയാണെന്ന് മാത്രമേ അറിയാവൂ, ഷുഗറുകാർക്കൊക്കെ കഴിക്കണത് നല്ലതാണ്, പക്ഷേ അതിൻ്റെ പേരും കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടാന്ന് പറഞ്ഞു. അങ്ങനെ ഞാനിരുന്ന് യൂട്യൂബിലും ഗൂഗിളിലൊക്കെ തപ്പിയപ്പോഴാണ് ഇതിൻ്റെ ഒരുപാട് ഗുണങ്ങളും ഒരുപാട് വീഡിയോകളും കിടക്കണം. അതിലൊക്കെ തപ്പി കണ്ടുപിടിച്ചിട്ടാണ് ഞാൻ ഈ വലിയ ആളായിട്ടൊക്കെ പറയണത് കേട്ടോ. ഇത് മടിയന്മാര ചീര അങ്ങനെയൊക്കെയാണെന്ന്. അതെല്ലാം യൂട്യൂബിൽ നിന്ന് കിട്ടണതിൻ്റെയാണ്. അപ്പോൾ എന്തായാലും ഞാൻ കുറച്ച് അതൊക്കെ ഒടിച്ചെടുത്തിട്ടുണ്ട്. കേശുവിനാണെങ്കിൽ ഇങ്ങോട്ടൊക്കെ വന്നാൽ പിന്നെ ഭയങ്കര സന്തോഷമാണ്. അങ്ങോട്ട് തിരിച്ച് വരാനേ തോന്നില്ല അവൻ ഇവിടെ കിടന്ന് കളിക്കണം. ഇവിടേക്ക് ശ്രീകുട്ടിക്ക് ഒരു പൂച്ചയുണ്ട് ലൂണ, അതിൻ്റെ കൂട്ടത്തിൽ കളിക്കണം. അതൊക്കെയാണ് കേശുവിൻ്റെ ഉദ്ദേശങ്ങൾ ഇങ്ങോട്ട് വരുമ്പോഴുള്ളത്. അങ്ങനെ ഞാൻ അതിനെ ഒടിച്ചപ്പോൾ സുനിതേച്ചി പറഞ്ഞിട്ട് നീ അത് ഒടിച്ചിട് കാരണം അവിടെ ഇഷ്ടംപോലെ നിൽക്കുകയല്ലേ, അവർക്കും അത് അവിടെ നിന്ന് കുറേയൊക്കെ ഒഴിവാക്കണമെന്നുണ്ട്. അങ്ങനെ ഞാൻ അതിൻ്റെ മണ്ടയൊക്കെ ആവശ്യമുള്ളത് മാത്രമേ ഒടിച്ചെടുക്കണുള്ളൂ. എങ്ങാനും അവിടെ കൊണ്ട് ഈ ഒരു കമ്പ് അവിടെ കൊണ്ട് ഇടാമെങ്കിൽ പിന്നെ അത് അവിടെ കിടന്നങ്ങ് പൊടിച്ച് വളർന്നോളൂ. ഒരു ദിവസം ഇതുപോലെ നല്ല വളർന്നതാണ്, പിന്നെ ഞാനത് മുറിച്ച് കളഞ്ഞതായിരുന്നു. നമുക്കിത് നടാനൊന്നുള്ള സ്ഥലമില്ലടേ, അതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെയുള്ളതൊക്കെ നടാൻ ഭയങ്കര ഇഷ്ടമാണ്. മുമ്പ് എന്തുമാത്രം സംഭവങ്ങൾ എൻ്റെ വീട്ടിൽ ഉണ്ടായിരുന്നതെന്ന് അറിയാമോ? ഇപ്പോൾ ഒന്നുമില്ല. അന്ന് എനിക്ക് ചാനലും ഇല്ല. എന്തുമാത്രം ഞാൻ ടെറസ് കൃഷി ചെയ്താൽ ഇപ്പോഴൊക്കെ ആലോചിക്കുമ്പോൾ അതിൻ്റെ പഴയ വീഡിയോസൊക്കെ പഴയ ഫോണിലായിപ്പോയി. അയ്യോ അങ്ങനെയായിരുന്നു അതിൻ്റെ കാര്യങ്ങൾ. അങ്ങനെ അതൊക്കെ എടുത്തിട്ട് തിരിച്ച് ഇനി വീട്ടിൽ പോകണം. കേശു പറയുന്നുണ്ട് ഞാൻ അവിടെ നിന്നോളാം അമ്മ പൊയ്ക്കോ എന്ന്. പക്ഷേ ശ്രീകുട്ടി ഇല്ല. ഞാൻ പറഞ്ഞില്ലേ ഇവന് സുനിത ചേച്ചിക്ക് ഒരു സ്ഥലം വരെ പോകണം, അതുകൊണ്ട് തന്നെ കേശുവിനെ അവിടെ ഒട്ടും നിർത്താൻ പറ്റൂല. അങ്ങനെ അവനെയും കൊണ്ട് ഞാൻ നേരെ എന്നെ വീട്ടിലോട്ട് പോവുകയാണ്. ഇത് മീഷോയിൽ നിന്ന് വന്ന ടോപ്പാണ്. വന്നതല്ല, ഞാൻ വാങ്ങിയത്. 310 രൂപയാണ് കേട്ടോ അതിൻ്റെ റേറ്റ്. ഈ 2 എണ്ണത്തിൻ്റെത് ഞാൻ കൂടുതൽ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വരുത്തുന്നത്. പക്ഷെ എനിക്കിത് കണ്ടപ്പോഴത്തേക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് പിന്നെ മീഷോയിൽ ഓർഡർ ചെയ്തത്. വീട്ടിൽ ചെയ്താലൊക്കെ ഇത് മതി. ഇതാണ് അതിലൊന്ന്. വേണ്ട കൊള്ളാമോ യേശു? നല്ല ടോപ്പ്. ഇതാവുമ്പോ പിന്നെ കളറും പോവൂല. കീറുന്നത് മാത്രം നോക്കിയാൽ അങ്ങനെ പെട്ടെന്ന് കീറിപ്പോവയില്ല. ഞാൻ ഈ ഇട്ടിരിക്കുന്നതൊക്കെ എത്ര 1.5-2 വർഷമായതാണ്. ഇതൊക്കെ എല്ലാം ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ്. ഇത് അടുത്തത്. മാറണ്ട അങ്ങോട്ട്. ഇനി ഞാനിത് ഇട്ടിട്ട് കാണിച്ചു. അങ്ങനെ ഞാൻ ആ ടോപ്പ് ഇട്ട്, ഞാൻ കുറേ നാളുകൊണ്ട് ഈ ടോപ്പ് ഇങ്ങനെ നോക്കി വെച്ചിരിക്കുകയായിരുന്നു, എടുത്ത് കാർട്ടിലൊക്കെ ഇട്ടിരിക്കുകയായിരുന്നു. എനിക്കിത് കണ്ടപ്പോഴേ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. അപ്പോൾ ഞാനിപ്പോൾ കറക്റ്റ് സൈസിൽ, എനിക്ക് ലാർജാണ് അതിന് തന്നെ ഓർഡർ ചെയ്തെങ്കിലും ചിലപ്പോൾ നമ്മൾ കറക്റ്റ് സൈസിലൊക്കെ ഓർഡർ ചെയ്താലും കുറച്ച് വലുതായിരിക്കും. വലുതായാലും കുഴപ്പമില്ല, ചെറുതായി പോയ പാടല്ലേ. ചിലപ്പോൾ നമുക്ക് കറക്റ്റ് ഫിറ്റ് ആയിരിക്കും, ഒരു ശക്കല പോലും അത് അടിക്കേണ്ടിയെന്ന് വരില്ല. പക്ഷേ ഇത് രണ്ടും ഇപ്പോൾ കുറച്ചൊന്ന് ഷേപ്പ് ചെയ്യണം. അപ്പോൾ ഇനി അതിനായിട്ട് കൊണ്ട് കൊടുക്കണം. അപ്പോൾ ഇതാ കണ്ടില്ലേ, നല്ല ടോപ്പാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഈ ഇട്ടിരിക്കുന്ന ടോപ്പ് ഏകദേശം ഒരു 2 വർഷം ആവാറായി. ഇത് വാങ്ങിച്ചുള്ള ഗുണം അതാണ്, എപ്പോഴും കീറി എന്തെങ്കിലും പോണാൽ അതുവരെ നമുക്ക് യൂസ് ചെയ്യാം. അല്ലാണ്ട് കളർ ഫെയ്ഡ് ആവുന്നൊന്നും ഇല്ലല്ലോ. പിന്നെ അങ്ങനെ അങ്ങ് കീറി പോവാറൊന്നുമില്ല കേട്ടോ. അപ്പൊ ഇനി നമ്മൾ ടോപ്പൊക്കെ വാങ്ങുമ്പോഴേക്ക് അതിന് ഷേപ്പ് ആവാൻ വേണ്ടി നമുക്ക് ചിലപ്പോൾ ഇടുമ്പോഴേക്ക് ഒരു എന്തോ ചില ടോപ്പുകളൊക്കെ നമ്മൾ ചില ഡ്രസ്സ് ഇടുമ്പോൾ നമുക്ക് ഇടുമ്പോൾ തന്നെ നല്ല ഭയങ്കരമായിട്ട് ഫിറ്റ് ആയിട്ട് ആ ഡ്രസ്സ് കാണാൻ കൊള്ളൂലെങ്കിലും, അങ്ങനെയല്ല, ഡ്രസ്സിന് വലിയ ഭംഗിയില്ലെങ്കിലും ചിലപ്പോൾ നമുക്ക് ഇടുമ്പോൾ നമുക്ക് കറക്റ്റ് ഫിറ്റ് ആയിരിക്കും. അപ്പൊ നല്ല രസമായിരിക്കും ആ ഡ്രസ്സ് ഇട്ടാൽ. ചിലപ്പോൾ നമ്മൾ ഏറ്റവും കൂടിയ ഡ്രസ്സായിരിക്കും എടുക്കണത്, നല്ല ഭംഗിയായിരിക്കും. പക്ഷെ നമുക്ക് ഇടുമ്പോഴേക്ക് എന്തേ അത്ര അങ്ങോട്ട് നമുക്ക് പറ്റാത്ത നമുക്ക് തോന്നുമല്ലോ. അതിൻ്റെ ഒന്നാമത്തെ കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരട്ടെ. നമ്മുടെ ഷോൾഡറാണ്.
നമുക്ക് ഈ ഷോൾഡർ കറക്റ്റായിട്ട് നിന്നാൽ ഈ ഡ്രസ്സൊക്കെ ഇടുമ്പോൾ ഷോൾഡർ ഇങ്ങനെ ഇത് കുറച്ചും കൂടെ കയറാം വേണ്ട, ഇങ്ങനെ കറക്റ്റായിട്ട് ഷോൾഡർ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സൂപ്പറായിട്ട്. ഇപ്പൊ സാധാരണ ഇപ്പൊ നോർമൽ വണ്ണമൊക്കെ ഉള്ളവരാണെങ്കിൽ നമുക്ക് ഷോൾഡർ ഒരു 2.25 മതി. നമ്മളപ്പോ കൊണ്ട് ഇതിനെ ഒന്ന് ചെറുതാക്കാനായിട്ട് ഷോൾഡർ ഒന്ന് ചെറുതാക്കി തരാൻ പറഞ്ഞ് കൊണ്ട് കൊടുത്താൽ അവരത് ശരിയാക്കി തരും. അപ്പൊ അത് ഒരു 2.25 മതിയാവും. എനിക്കൊക്കെ 2.25 കറക്റ്റ് ആണ്, ചിലപ്പോൾ 3, അതിനപ്പുറം വേണ്ട. നമുക്ക് ഒരുപാട് വണ്ണം ഉണ്ടെങ്കിൽ മാത്രം അങ്ങനെ ചെയ്താൽ മതി. എന്നിട്ട് നമ്മൾ ഈ വണ്ണം അടിക്കുന്നതിന് പകരം ബാക്കിൽ ഇവിടെ ഇങ്ങനെ ചെറുതായിട്ട് 2 ഡോട്ട് അടിക്കാൻ പറഞ്ഞാൽ നമുക്ക് ഈ ഒരുപാട് ഇങ്ങനെ തൂങ്ങി നിൽക്കുമല്ലോ, അതങ്ങ് ഒഴിവാക്കാം. പിന്നെ വീട്ടിലിടണതായതുകൊണ്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് ലൂസിൽ കിടക്കുന്നതാണ് നല്ലത്, വീട്ടിൽ ഉപയോഗിക്കുന്നതാണെന്നുണ്ടെങ്കിൽ. പിന്നെ നമ്മളിപ്പോൾ പുറത്ത് പോകണമെങ്കിലും ഇപ്പോഴത്തെ ട്രെൻഡിൽ അങ്ങനെ ഷോളൊന്നും ഇടൂലല്ലോ. അപ്പൊ അതുകൊണ്ട് ഒരുപാട് നമ്മളിങ്ങനെ ടൈറ്റ് ആക്കി ചെയ്യേണ്ട, ചെറുതായിട്ടൊരു ഷേപ്പ് വരുത്താൻ വേണ്ടി മാത്രം ഇവിടെ 2 ഡോട്ടും കൂടെ അടിച്ചു കൊടുത്താൽ നല്ല കിടിലനായിട്ട് കിടക്കും. ഇത് എൻ്റെ ഓൺ ടിപ്സ് ആണ്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്തായാലും സൂപ്പർ ആയിരിക്കും. അപ്പോൾ ഇനി ഞാൻ ഇതൊന്ന് പിരുത്തിട്ട് ഇവിടുത്തെ തയ്യലുണ്ടല്ലോ, അപ്പൊ ഈ തയ്യലൊന്ന് ഇളക്കിയിട്ട് അവിടെ കുഞ്ഞുള്ളിശ്ശേരിയെ കൊണ്ട് കൊടുക്കണം, ഒന്ന് ശരിയാക്കി തരാനായിട്ട്. അപ്പൊ അജേച്ചി ആകുമ്പോ ഇപ്പൊ തന്നെ അമ്മേരെ കൊടുത്താലേ അമ്മേനെ ഇപ്പഴ രാത്രിയൊക്കെ ആവും കിട്ടാൻ. ഇതാകുമ്പോ അജേച്ചി ആകുമ്പോ എനിക്ക് വൈകുന്നേരം ആകുമ്പോഴേക്ക് തച്ചുകൊണ്ട് തന്നോളും. അപ്പൊ ഞാൻ ഇത് പിരുത്തി ഇനി ഇവിടെ ഓവർലോക്കേ ഉള്ളു, അതൊക്കെ കട്ട് ചെയ്തെടുത്തോളൂ. പിന്നെ എന്തായാലും ഇത് ഒരടിയും കൂടെ അടിക്കണമല്ലോ ഫുള്ളായിട്ട്. ഞാനും കേശുവും കൂടെ ഇവിടെ വന്നതായിരുന്നു ചക്ക അടക്കാന്നും പറഞ്ഞു. ഇവിടെ വന്നപ്പോ ഇവിടെ ആരുമില്ല, അച്ഛൻ കുളത്തൂര് പോയേക്കണം. ചക്ക നിപ്പുണ്ട്, അത് അടക്കണ കാര്യം പാടാണ്. താഴെ നിക്കണതൊക്കെ ശരിയായാന്തോ. അമ്മയും ഇല്ല അച്ഛനും ഇല്ല, രണ്ടുപേരും ഇല്ല. വന്നപ്പോ അവര് കുളത്തൂര് നിക്കണം, ചെയ്യുമെന്ന് പറയാം. ഇനി ഇവിടെ അമ്മേരെ കുറെ മുളകും കൂടെ, കേശു കുറച്ച് മുളകും കൂടെ പറിച്ചോണ്ട് വേണം പോവാനായിട്ട്. വേണ്ടില്ലേ മുളക്, കിടിലും മുളവാണ്. ഇതിന് ചോറിന്റെ കൂട്ടത്തില് പിന്നെ നമുക്ക് ചമ്മന്തിയൊക്കെ അരയ്ക്കാൻ മീനിലൊക്കെ ഇടും. പക്ഷെ ഞങ്ങൾക്ക് മീനിലിട്ട എനിക്കിഷ്ടമില്ല, വീട്ടിലെ അമ്മയ്ക്കും ഇഷ്ടമില്ല. എന്നാൽ എൻ്റെ അമ്മയ്ക്കാണെങ്കിൽ അച്ഛനും ഇഷ്ടമല്ല, അമ്മയ്ക്ക് മീൻ ഇടണം. നിറയെ കാച്ചി നിൽപ്പുണ്ട്. ഇപ്പൊ ഞാൻ അമ്മ അറിയാതെ എടുത്തോണ്ട് പോവാണ്. അമ്മയ്ക്ക് ഈ മുളക് അമ്മയുടെ ജീവനാണ്. വേണ്ട വേറെ മുളകൊക്കെ നട്ട് ചാമ്പലൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നുണ്ട് അവര്. എവിടെ പോണേ? ഇത്ര മതി, ഇല്ലെങ്കിൽ അവരെന്നെ അടിച്ചു കൊല്ലും. ഇവിടെ ഒരു ചക്ക നിപ്പുണ്ട്, അത് ഇത് വെച്ച് അടക്കാൻ പറ്റുമോന്ന് അറിഞ്ഞൂടാ, അതെന്തായെന്നും അറിഞ്ഞൂടാ എനിക്ക്. കേശു മാറുന്നില്ലേ? അമ്മ ചക്ക അടത്ത് നോക്കട്ടെ. അതിന്റെ മുകളിലൊക്കെ നിപ്പുണ്ട്, പക്ഷെ എത്തൂല തോട്ട. ഈ ഒരു ചക്ക അടത്ത് ഇതിന്റെ പരുവെന്ന് അറിഞ്ഞൂടെ എന്തിനാണെന്നൊന്ന്. ചെരുപ്പെടുത്തിട്ടാണ് കേശു അങ്ങോട്ട് വാ, അതുവഴി ഇറങ്ങിയോ. ഓ മാറി ഞാൻ എടുത്താലാക്ക, കാലിൽ വീഴും. ചുമ്മാ ഇരിക്കേ. ടോപ്പ് കൊണ്ട് ആ ചേച്ചിയിൽ അടിക്കാൻ കൊടുത്തിട്ട് നേരെ വീട്ടിൽ പോയപ്പോഴായിരുന്നു പണി കിട്ടിയത്. അവിടെ അച്ഛനും അമ്മയൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ എന്തായാലും ഒരു ചക്കയൊക്കെ അടത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇതൊക്കെയാണ് ഇന്നത്തെ ഞങ്ങളുടെ വിഭവങ്ങൾ. അങ്ങനെ ചേട്ടൻ്റെ അമ്പലത്തിൽ പോയിട്ടൊക്കെ വന്ന്, ഇതിപ്പോൾ ശനിയാഴ്ചത്തെ വ്ളോഗാണ്. ആദ്യം ഞാൻ വെളുപ്പാൻ രാവിലത്തെ കാര്യങ്ങൾ കാണിച്ചില്ലേ, അത് വെള്ളിയാഴ്ചത്തതുമായിരുന്നു. അപ്പം ഞാൻ രണ്ടും കൂടെ മിക്സ് ചെയ്തൊക്കെയാണ് ഇന്ന് ഇട്ടത്. അങ്ങനെ ഇനി അവിടെ ഇരുന്നിട്ട് നമുക്ക് മീൻ കട്ട് ചെയ്യണം, ചക്ക കട്ട് ചെയ്യണം, തോരത്തിനുള്ളതരിയണം. അങ്ങനെ ഞാൻ അമ്മയോട് പറഞ്ഞ് നമുക്ക് അവിടെ പോയിരുന്നിട്ട് എല്ലാവർക്കും കൂടെ ഇരുന്നൊക്കെ അത് കട്ട് ചെയ്യാമെന്ന് പറഞ്ഞ്. പ്രത്യേകിച്ച് ഇപ്പം വെയിലില്ല, വെയിലുണ്ടെങ്കിൽ നമുക്ക് ഒരു 9 മണിയാകുമ്പോഴും ഇവിടെ നല്ല വെയിലാവും, പിന്നെ ഇങ്ങോട്ട് വരാനേ പറ്റില്ല. ഇങ്ങനെയുള്ള ഉദ്ദേശങ്ങളൊക്കെ ആക്കിക്കൊണ്ടാണ് അവിടെ ഇങ്ങനെ തിട്ട പോലെയൊക്കെ കെട്ടി വെച്ചത്. പക്ഷെ കെട്ടി വെച്ചപ്പോൾ നമ്മൾ മേൽക്കൂരയൊന്നും ഇടാത്തത് കൊണ്ട് നല്ല വെയിലടിക്കും. അന്ന് ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞതാണ് അതൊക്കെ ചെയ്തു തരാമെന്ന്. എന്തോ ഞാൻ വലിയ ആൾ കളിച്ചും കൊണ്ട് അതൊന്നും വേണ്ട, അവിടെ അങ്ങനെ കിടക്കട്ടെ എന്ന് പറഞ്ഞ്. അന്ന് എൻ്റെ മനസ്സിൽ എന്തായിരുന്നു, അത് ഇവിടെ നല്ല വെട്ടോ വെളിച്ചോ വരെ കിടക്കട്ടെ എന്നായിരുന്നു. ഇപ്പോൾ ആലോചിക്കുമ്പോഴാണ് എന്തൊരു മണ്ടത്തരമാണ് ഞാൻ പറഞ്ഞതെന്ന്. അപ്പോൾ വീട്ടിലെ ചക്കയ്ക്കൊരു പ്രത്യേകതയുണ്ട്, ചവണി മാത്രമേ കാണുള്ളൂ. ചക്ക നമ്മളിനി അതിൽ മൈക്രോസ്കോപ്പിലൂടെ നോക്കി വേണം കണ്ടുപിടിക്കാനായിട്ട്. അവിടെ ഇങ്ങനെ ഒളിച്ചിരിക്കും ചക്ക. ചിലതാണെങ്കിൽ അറിയാമല്ലോ, അതിൽ നിറയെ ചക്കയിരിക്കും, ചവണിയേ കാണൂല. ഇതിൽ പക്ഷെ ചവണി മാത്രമേ ഉള്ളൂ, ചക്കയില്ല.
അങ്ങനെ നമ്മളിപ്പോൾ ഒരു ചക്ക വെട്ടിയെടുത്താൽ അതിൽ ചിലപ്പോൾ ഒരു 10-12 ചുളയൊക്കെ കിട്ടുകയുള്ളായിരിക്കും, ചിലപ്പോൾ ഒരു 7-8 പക്ഷെ അത്രയും മതി. തിളയ്ക്കുമ്പോൾ തന്നെ നന്നായിട്ട് വെന്തു പോകുമെന്ന് പറയില്ല, അതുപോലെ തന്നെ കിടിലും ചക്കയാണ് സംഭവം. അങ്ങനെ കേശുവിനാണെങ്കിൽ ഭയങ്കര സന്തോഷം, നമ്മളിവിടെ വന്നിരുന്നപ്പോഴേക്കും അവൻ്റെ ഇടയിൽ കയറിയൊക്കെ ഒന്ന് കളിച്ച് മറിയാമല്ലോ. ഞാനും പോയി ഒരു കസേരയൊക്കെ എടുത്തിട്ട് വന്നിട്ട് അങ്ങനെ അവിടെ ഇട്ട് ഇരിക്കാനായിട്ട് നോക്കുകയാണ്. മിക്കവാറും ഇപ്പോൾ എന്നെ ഓടിച്ചിട്ട് കേശു തന്നെ അതിൽ കയറിക്കോളും. അപ്പോൾ അമ്മ ആദ്യം ചക്ക വെട്ടി അതിനെ ഒന്ന് റെഡിയാക്കി തന്നാലും ഞാനത് അരിഞ്ഞെടുത്തോളുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അമ്മ ചക്ക വെട്ടൽ മഹാമഹത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേശു എന്നെ അവിടെ നിന്ന് ഓടിച്ചിട്ട് അവ അവിടെ കയറിയിരിപ്പായി. അപ്പോൾ കോവയ്ക്കൊക്കെ കട്ട് ചെയ്യണം. കേശുവിന് കോവയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആൾ വെറുതെ കോവയ്ക്ക കഴിക്കും. പിന്നെ കോവയ്ക്ക കഴിക്കണത് നല്ലതല്ലേ. അങ്ങനെ കോവയ്ക്കായിരുന്നാലും ചക്കയായിരുന്നാലും മാങ്ങയായിരുന്നാലും എല്ലാം അവൻ വെറുതെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ആൾ ചക്കയും കോവയ്ക്കയൊക്കെ കഴിച്ചിട്ട് എന്ത് ചെയ്യുന്നറിയാമോ, ആ ചക്ക കഴിച്ചിട്ട് അതിൻ്റെ ചക്കക്കുരു എടുത്ത് അമ്മ മീൻ കട്ട് ചെയ്യണേൽ എറിയാണ്. അവനതൊരു മനസ്സുഖം, അല്ലാതെ എന്തെന്ന് പറയും. വഴക്ക് പറയുമ്പോഴത്തേക്ക് വീണ്ടും അത് എന്നെ കാണിക്കും. പിള്ളേർക്ക് ഇതൊക്കെ ഒരു രസമല്ലേ, നമ്മളായിട്ട് ഇങ്ങനെ ഓരോന്ന് ദേഷ്യം പിടിപ്പിച്ചുകൊണ്ടിരിക്കേണ്ടതാണെന്ന് തോന്നണം അവരുടെ ഏറ്റവും വലിയ ഹോബി. അങ്ങനെ കേശു അവിടെ നല്ല വിശാലമായിട്ടിരുന്ന് കോവയ്ക്കൊക്കെ കഴിക്കുകയാണ്. ഞാനിനി അമ്മ ആ ചക്ക ഫുള്ള് കട്ട് ചെയ്ത് തന്നാൽ അപ്പോൾ എനിക്കിനി ആ ചക്ക കട്ട് ചെയ്തിട്ട് ഒന്ന് അരിഞ്ഞെടുക്കണം. കേശുവും മോശമല്ല ഞാനും മോശമല്ല ഈ ചക്കയൊക്കെ കഴിക്കാനായിട്ട്. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, അമ്മേരെയും മോൻ്റെയും വായിക്കാത്തോട്ടാണ് ആ ചക്ക മുഴുവൻ പോണത്, ആകെപ്പാട് 5-6 ചുളയേ ഉള്ളെന്ന്. അങ്ങനെ എല്ലാമൊക്കെ കട്ട് ചെയ്തെടുത്ത് ഇനി അമ്മ അവിടെ മീൻ കഴുകാനായിട്ട് നിൽക്കുകയാണ്. അപ്പോഴേക്കും ഞാൻ നമ്മൾ കട്ട് ചെയ്തെടുത്ത സംഭവങ്ങൾ അരിഞ്ഞെടുത്ത സംഭവങ്ങളെല്ലാം കൊണ്ട് അകത്തോട്ട് വന്ന്. അപ്പോൾ ചീരത്തോരനുള്ളതുണ്ടായിരുന്നു. ആ ചീരത്തോരനുള്ളത് അരിഞ്ഞെടുത്തിട്ടുണ്ട്, കോവയ്ക്ക മെഴുക്കുവരട്ടിക്കുള്ള അരിഞ്ഞെടുത്തിട്ടുണ്ട്, ചക്കയ്ക്കുള്ള അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതാ നിറയെ ചെമ്പരത്തി പൂവെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ചെമ്പരത്തി രസം വെക്കാമെന്ന് വിചാരിച്ച് ഞാൻ ചെമ്പരത്തി പൂക്കളും കൂടെ പറിച്ചെടുക്കുകയാണ്. ഞങ്ങളൊക്കെ കുഞ്ഞായിരുന്ന സമയത്ത് അമ്മയ്ക്ക് എപ്പോഴും ഈ ഒരു രസം വെക്കലായിരുന്നു അമ്മയുടെ ജോലി. പക്ഷേ അന്ന് അമ്മ ഉണ്ടാക്കുന്നത് ഈ ചെമ്പരത്തിയിലല്ല, അടുക്ക് ചെമ്പരത്തിയാണ്. നമ്മൾ റോസാപ്പൂ പോലെ ഇരിക്കുന്ന ചെമ്പരത്തി ഉണ്ടല്ലോ, അടുങ്ങി നല്ല കട്ട ചുവപ്പ്, ആ ചെമ്പരത്തി പൂവിലായിരുന്നു അമ്മ കൂടുതൽ രസം ഉണ്ടാക്കുന്നത്. ഒരിക്കൽ ഈ ചെമ്പരത്തി പൂ എടുക്കാനായിട്ട് നമ്മുടെ കുറച്ചപ്പുറത്തൊരു വീട്ടിൽ നിറയെ ഇത് പൂത്ത് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇത് അമ്മയ്ക്ക് കൊണ്ടു കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഈ ചെമ്പരത്തിപ്പൂ. അങ്ങനെ അമ്മയെ സുഖിപ്പിക്കാൻ വേണ്ടി ആ ചെമ്പരത്തിപ്പൂ എടുക്കാനായിട്ട് കയറിയപ്പോഴത്തേക്കാണ് അതിൻ്റെ അടിയിലൊരു പട്ടി കിടപ്പുണ്ടായിരുന്നു. അവരുടെ വീട്ടിലെ പട്ടി തന്നെ. അവർ കെട്ടാനായിട്ട് എന്തോ രാത്രി അഴിച്ചു വിടുമല്ലോ, രാവിലെ കെട്ടാൻ പിടിച്ചപ്പോഴത്തേക്ക് അത് ഒളിച്ചു വന്ന് കിടന്നതായിരുന്നു. ഈ ചെമ്പരത്തി ഇങ്ങനെ പടന്ന് പന്തലിച്ച് നിൽക്കുകയായിരുന്നു. ഞാൻ പൂക്കളിങ്ങനെ ഇറുത്ത് ചെന്നിട്ട് നേരെ ആ പട്ടിയെ ചവിട്ടി കൊടുത്ത അതിൻ്റെ നല്ല ഒരു കടിയും കിട്ടി. അയ്യോ, ആ പട്ടി കടിക്കുമ്പോഴുള്ള ആ ഒരു അവസ്ഥ ഉണ്ടല്ലോ, കടിച്ചവർക്ക് മനസ്സിലാവും. നമുക്ക് ആകെപ്പാടൊരു പെരുപ്പാണല്ലോ, വേദനയുമല്ല, മൊത്തം പെരുത്തങ്ങ് കയറുമല്ലോ. അങ്ങനത്തെ കുറേ ഓർമ്മകളായിരുന്നു ചെമ്പരത്തി രസം വെക്കാനായിട്ട് വന്നപ്പോഴേക്ക്. അങ്ങനെ ഞാൻ ആ ചീരത്തോരന് അവിടെ നടത്തുന്ന ചായ മനസ്സില്ലേ, അതിനെന്താ നമ്മുടെ ഈ മിക്സിയുടെ ജാറിലിട്ട് ഇതെന്ന് വെച്ചാൽ ആട്ടാനല്ലല്ലോ, ചപ്പാത്തി കുഴയ്ക്കാനും ഇതുപോലെ എല്ലാം വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്യാനും ഒക്കെ ഉള്ളതാണ് ഈ ഒരു ജാറ്. ഞാനിതങ്ങനെ എടുക്കാറ്. ഓണം മാവൊക്കെ വരുമ്പോഴേക്കും ഒരുപാട് മലക്കറി എന്ന് പറയാം, അതിൽ നമുക്കിപ്പോൾ തോരത്തിന് അരിഞ്ഞെടുക്കാം, അല്ലാണ്ട് സവോള കട്ട് ചെയ്തെടുക്കാം, അതേ പറ്റുള്ളൂ. അപ്പോൾ ഞാനിതങ്ങനെ എടുക്കാറേ ഇല്ലായിരുന്നു. ഇപ്പോൾ ഓണത്തിന് മാവിനൊക്കെ ഒരുപാട് സദ്യവട്ടങ്ങളൊക്കെ ഒരുക്കുമ്പോൾ മാത്രമായിരിക്കും ഇത് കൈ കൊണ്ട് എടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ കല്യാണിയുടെ വീഡിയോ കണ്ടപ്പോഴത്തേക്കാണ് വിചാരിച്ചത് ആളെപ്പോഴും ഇതിലാണല്ലോ എല്ലാം ചെയ്യേണ്ടത്. അങ്ങനെയാണ് ഞാനിത് ഈ സംഭവങ്ങളൊക്കെ എടുത്തു തുടങ്ങിയത്. അപ്പോഴിതിൽ ചീര അരയ്ക്കാം, ഇതൊന്നും പറയണത്, ആ ചീര അരിഞ്ഞെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് ഒരു ഉറപ്പുമില്ലായിരുന്നു. സത്യം പറഞ്ഞാൽ ചെയ്തെടുത്തപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞില്ലേ, പുള്ളിക്കാരത്തിൻ്റെ വീഡിയോ കണ്ടപ്പോഴാണ് ഞാനത് കൈ കൊണ്ട് എടുത്ത് ചെയ്യാൻ വരെ തുടങ്ങിയത്. അപ്പോഴുണ്ട് ചീരയൊക്കെ നല്ല സൂപ്പറായിട്ട് കട്ട് ചെയ്ത് കിട്ടിയേട്ടോ. എനിക്കത് ഭയങ്കര അതിശയമായിപ്പോയി. അമ്മയാണ് പറഞ്ഞത്, നീ അത് ചെയ്ത് നോക്കുന്ന്. പക്ഷേ സംഗതി സക്സസ്സായി. നല്ല കുനുകുനാന്ന് തന്നെ അത് തരുകയും ചെയ്ത്. അപ്പം നമുക്ക് എന്തുമാത്രം ജോലി എളുപ്പമാണല്ലേ. അപ്പോൾ ഇനി ചീര തോരൻ വെക്കണം, കോവയ്ക്ക മെഴുക്കുവരട്ടി വെക്കണം, ചക്ക ഉടച്ച് വെക്കണം, നല്ല നെമ്മീൻ ചൂരയാണ് കിട്ടിയത്. അപ്പോൾ ഇനി ആ നെമ്മീൻ ചൂര വെക്കണം. അതൊക്കെയാണ് ഇനി അടുത്ത നമ്മുടെ ജോലികൾ. അപ്പോൾ ഞാനിനി ചീരത്തോരൻ വെക്കാനാണ് ആദ്യം ചീരത്തോരൻ വെക്കാമെന്ന് വിചാരിച്ചിട്ട് അതിനെ അങ്ങ് ചീരച്ചട്ടി എടുത്ത് വെച്ച് കടുകിട്ട് കറിവേപ്പിലിട്ട് എണ്ണ ഒഴിച്ച് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇനി തോരനും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട്. അങ്ങനെ ഒരടുപ്പിൽ അവിടെ തോര റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്, ഒരടുപ്പിൽ ചക്ക റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്, ഒരടുപ്പിൽ വെറുതെ അത് വെച്ച് കോവയ്ക്ക് വെച്ചിട്ടേ ഉള്ളൂ, അതിനെ റെഡിയാക്കിയില്ല. ഇനി കോവയ്ക്കയും കൂടെയൊക്കെ റെഡിയാക്കി എടുക്കണം.
അപ്പോൾ തോര റെഡി ആയപ്പോൾ അത് ഇളക്കി വെച്ചിട്ടാണ് കോവയ്ക്ക അടുപ്പിൽ വെച്ച് കൊടുത്തത്. നമ്മുടെ ഗ്യാസ് അടുപ്പിനെ ഒരു കുഴപ്പമുള്ളതെന്ന് വെച്ചാൽ ഇതാ ഞാനിപ്പം കുക്ക് ചെയ്യണില്ലേ, ആ ഗ്യാസ് അടുപ്പ് മാത്രമേ അതിൽ മാത്രമേ നമുക്ക് നല്ല സിമ്മാക്കി തീ കൊണ്ട് വരാനായിട്ട് പറ്റുള്ളൂ. പിന്നെ ഇങ്ങനെ അറ്റത്തുള്ള ഈ സെയിം അടുപ്പുണ്ട്, അതിൽ നമുക്ക് കുറയ്ക്കുമ്പോഴേക്ക് അതാണഞ്ഞു, അതുകൊണ്ട് അത് പറ്റില്ല. ഈ സംഭവങ്ങളൊക്കെ നമുക്കിങ്ങനെ നല്ല സിമ്മാക്കി ഇട്ടിട്ട് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ പിന്നെ ഈ അടുപ്പ് മാത്രമാണ് എപ്പോഴും ആശ്രയം. അങ്ങനെ അതൊക്കെ റെഡിയാക്കി വെച്ച് ഇനിതാ കുറേ ചെമ്പരത്തിപ്പൂക്കൾ ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട്. ഇഷ്ടംപോലെ നിൽക്കുമ്പോൾ പിന്നെ ഭയങ്കര ഇതാണല്ലോ. അങ്ങനെ ഇനി രസം വെക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ രസത്തിനുള്ള കൊച്ചുള്ളിയും വറ്റൽമുളകും അതുപോലെ തന്നെ നമ്മുടെ വെളുത്തുള്ളിയും ഇനി കറിവേപ്പിലേക്ക് ഇട്ട് കൊടുക്കണം. ഈ സംഭവങ്ങളൊക്കെ എല്ലാം എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് ക്രഷ് ചെയ്യണം. അങ്ങനെ അതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇനി ഈ ചെമ്പരത്തി പൂക്കളുണ്ടല്ലോ, അതിൻ്റെ ആ ഞെട്ടും പൂമ്പൊടിയൊക്കെ മാറ്റിയിട്ട് അതും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഞാൻ ഇങ്ങനെ അരയണ്ട എന്നുള്ളത് കൊണ്ടാണ് ക്രഷ് ചെയ്തെടുത്താൽ മതി എന്ന് പറയണത്. അങ്ങനെ അതെല്ലാം കൂടെ ഒന്ന് കലക്കി അതിൽ പുളിവെള്ളം കൂടെ ഒഴിച്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, മുളക് പൊടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. നമ്മൾ അരച്ചതിൻ്റെ കൂട്ടത്തിൽ പച്ചമുളകും കൂടെ അരച്ചിട്ടുണ്ട്, എന്നാലും കുറച്ച് മുളക് പൊടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. പിന്നെ ഉറപ്പായിട്ട് ഇട്ട് കൊടുക്കാനുള്ളത് കായമാണ്. കായവും ഇട്ട് കൊടുത്തിട്ട് ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് ശർക്കരയോ പഞ്ചസാരയോ ഇട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കാൻ മറക്കരുത്. ഈ സംഭവങ്ങളൊക്കെ എല്ലാം ഇട്ട് കൊടുത്തിട്ട് പിന്നെ വേണമെങ്കിൽ ഉലുവാപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഒരു സാധനം ഇട്ടില്ല, മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ഇതൊക്കെ എല്ലാം ഇട്ട് ഒന്ന് ഇളക്കി എടുക്കുമ്പോഴേക്കും ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ ചെമ്പരത്തി രസം റെഡി ആയിട്ടുണ്ട്. സാധാ രസം പോലെയല്ല ചെമ്പരത്തി രസം, അതിന് ഗുണങ്ങളേറെയാണ്. അതുപോലെ നമ്മൾ ചെമ്പരത്തി ചായയോ ചെമ്പരത്തി ചൂടാക്കി എങ്ങനെ കഴിച്ചാലും ചെമ്പരത്തി പൂ ഭയങ്കര ഗുണമാണ്. അത് നമുക്കിതിനെപ്പറ്റിയൊന്നും അറിഞ്ഞുകൂടുന്നേ ഉള്ളൂ. ഇപ്പോഴല്ലേ ഇതിൻ്റെ ഓരോരോ കാര്യങ്ങളായിട്ടൊക്കെ അറിഞ്ഞു വരണത്. അങ്ങനെ കുറച്ച് സമയം ഇരുന്നപ്പോഴേക്കും നമ്മൾ രസമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രസം എന്ന് പറയുമ്പോഴേ ഒരു ഔഷധം പോലെയാണ്. അതൊരുപാട് ഗുണങ്ങളാണ്. നമുക്ക് ജലദോഷമൊക്കെ ഉള്ളപ്പോഴേക്കും നല്ല ചൂട് രസം കുടിച്ചാൽ ഭയങ്കര ആശ്വാസമാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലാണ് നമ്മൾ ചെമ്പരത്തി പൂക്കളും കൂടെ ഇട്ട് കൊടുത്തത്. അപ്പോൾ ഈ ചെമ്പരത്തി രസത്തിന് അത്രയും ഗുണങ്ങളുണ്ട്. ഒരുപാട് നല്ലതാണ്, നമ്മുടെ സ്കിന്നിന് നല്ലതാണ്, നമുക്ക് ഷുഗറും ബി പി ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് നല്ലതാണ്. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ചെമ്പരത്തി രസം വെക്കണം എന്നുമില്ല, ചെമ്പരത്തി ചായ ഇട്ട് കുടിച്ചാലും മതി. എങ്ങനെയായിരുന്നാലും ഇതൊക്കെ ഒരുപാട് ഗുണങ്ങളുള്ള സംഭവങ്ങളാണ്. അങ്ങനെ എൻ്റെ ചെമ്പരത്തി രസം അതിൻ്റെ ഫൈനൽ സ്റ്റേജിലായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഊണൊക്കെ ഇതാ ഇവിടെ റെഡിയായി. ചോറുണ്ട്, തോരനുണ്ട്, കോവയ്ക്ക മെഴുക്കുവരട്ടിയുണ്ട്, ചെമ്പരത്തി രസമുണ്ട്, ചക്കയുണ്ട്, ചക്ക എരിശ്ശേരിയാണ്. ഇത്രയും സംഭവങ്ങളും ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇപ്രാവശ്യം ഒന്ന് ക്ഷമിക്കണം. 2 ദിവസത്തെ വീഡിയോയ്ക്ക് ഞാൻ ജോയിൻ ചെയ്തൊക്കെയാണ് ഇട്ടത്. എനിക്ക് അങ്ങനെയൊക്കെ ഇടാൻ പറ്റുള്ളായിരുന്നു ഇപ്പോഴും. പിന്നെ എനിക്ക് പറ്റിയ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ 2 ദിവസം ഞാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിയെന്ന് പറഞ്ഞാൽ നമ്മൾ മെൻ്റലി ഫിസിക്കലിയൊക്കെ തീരെ താഴോട്ട് പോകും പോലെ എനിക്ക് തോന്നിയായിരുന്നു. അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ കുറേ ദിവസമായി. കാര്യം ചോദിക്കുമ്പോൾ ചിലപ്പോൾ സിമ്പിളായിട്ടൊക്കെ തോന്നുമായിരിക്കും, എന്തോ എനിക്കറിയില്ല. എനിക്ക് ഒരു ദിവസമാണെങ്കിൽ അപ്പോൾ ഞാൻ തമ്പിലേരി കൊടുത്തിരിക്കുന്നതൊക്കെ വയ്യാതെ കിടന്നപ്പോഴുള്ളതാണ് കേട്ടോ. ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ ഇതാ നല്ല സൂപ്പറായി ഓക്കെ ആയി. എനിക്ക് ഒരു പ്രശ്നങ്ങളുമില്ല. പ്രശ്നങ്ങളില്ല എന്നല്ല, പ്രശ്നങ്ങൾ നമ്മളങ്ങ് പോട്ടെ എന്ന് വെച്ചാൽ കളഞ്ഞ്. എനിക്ക് കുറച്ച് ദിവസം കൊണ്ട് ഈ തള്ള വിരലുണ്ടല്ലോ, ഈ തള്ള വിരലിൻ്റെ ഈ ഒരു ഭാഗത്ത് ഭയങ്കര ഇപ്പോഴും തൊടുമ്പോൾ വേദനയുണ്ട്. ഭയങ്കര വേദനയെന്ന് വെച്ചാൽ സഹിക്കാൻ പറ്റാത്ത വേദനയായിരുന്നു. ആദ്യം ഇങ്ങനെ നമുക്ക് ചെറുതായിട്ട് തുടങ്ങുമല്ലോ, വേദന ഇങ്ങനെ ആരംഭിക്കുമല്ലോ. ആ സമയം തൊട്ട് അപ്പോഴൊക്കെ എനിക്കിങ്ങനെ വിരലൊക്കെ മടക്കുമ്പോഴൊക്കെ ചെറിയൊരു വേദനയായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇനി ചിലപ്പോൾ യൂറിക് ആസിഡിൻ്റെ ഒക്കെ വിഷയം ആയിരിക്കാം, ചേട്ടനൊക്കെ ആ പ്രശ്നമുണ്ട്, ചിലപ്പോൾ അതിൻ്റെതാണോ എന്നൊക്കെ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. നമുക്ക് ചില ആഹാരങ്ങൾ നെത്തോലി, മീൻ, ചീരക്കറിയൊക്കെ കഴിക്കുമ്പോഴും ആപ്പിൾ കഴിച്ചാലൊക്കെ വരുമല്ലോ യൂറിക് ആസിഡിൻ്റെ അങ്ങനെ പ്രശ്നമുള്ളവർക്ക്, ചിലപ്പോൾ അതിൻ്റെ എന്തെങ്കിലും ഒരു ഇതായിരിക്കും. എനിക്ക് ഇന്നുവരെ അങ്ങനെ ഇത് വന്നിട്ടില്ല. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഓരോ ദിവസം കഴിയും തോറും ഇതിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കൂടി വന്ന്. അപ്പോൾ പിന്നെ കുറേ ദിവസം ആയപ്പോഴാണ് ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞത്. ഞാൻ വീട്ടിൽ പോയപ്പോൾ അമ്മയുടെ അടുത്ത് പറഞ്ഞായിരുന്നു, അമ്മ എനിക്ക് കൈ ഇങ്ങനെ വേദനയുണ്ട്, ചെറിയൊരു വേദനയുണ്ട്, എന്താണെന്ന് അറിഞ്ഞുകൊണ്ട്. അപ്പോൾ അമ്മ പറഞ്ഞു ചിലപ്പോൾ നീ കിടന്നതിൻ്റെ വാക്ക് എന്തെങ്കിലും ശരിയല്ലാവതായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ കൈ വല്ലതും ഇടിച്ചതായിരിക്കും എന്നൊക്കെ പറഞ്ഞാൽ ശരി ഓക്കെ, ഞാനും അങ്ങനെ വിചാരിച്ച്. പിന്നെ അമ്മയ്ക്കും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അമ്മയുടെ കൈയും വിരലും ഇതുപോലെ വേദന വന്നിട്ട് ഈ അമ്മയ്ക്ക് എന്തൊക്കെ അസുഖങ്ങളുണ്ടെങ്കിൽ ഇപ്പോഴും അവരോട് പറയാം, അത് മൊത്തം എനിക്ക് വരുന്നുണ്ട്. അവർക്ക് ഇതുപോലെയായിരുന്നു, കരുത് ഇങ്ങനെ ഒരു വേദന വന്നിട്ട് കൊണ്ടുവന്നപ്പോൾ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞ്. അപ്പോൾ ഞങ്ങളും ഇതുപോലെ പിന്നെ വേദന സഹിക്കാൻ പറ്റാതായപ്പോഴത്തേക്ക് ഓർത്തോയിൽ കാണിച്ച്, ആദ്യം നമ്മൾ തൊട്ട വീടിനടുത്തുള്ള ഒരു ക്ലിനിക്കിൽ കാണിച്ചപ്പോഴേക്ക് അവർ പറഞ്ഞത്
ചിലപ്പോൾ തൈറോയിഡിന്, എനിക്ക് തൈറോയിഡിൻ്റെ പ്രശ്നമുണ്ട്. തൈറോയിഡിൻ്റെ പ്രശ്നമുള്ളവർക്ക് ഇങ്ങനെയൊക്കെ വരും. ചിലപ്പോൾ ഫ്ലൂയിഡ് കുറവാണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഞരമ്പിൻ്റെ എന്താ കുഴപ്പമാണോ എന്ന് അറിയില്ല. കൊണ്ടുപോയിട്ട് ഓർത്തോയിൽ കാണിക്കുമ്പോൾ അവർ ഇവിടെ ഒരു ഇഞ്ചക്ഷൻ തരുമെന്ന് പറയും. അങ്ങനെ ഞങ്ങൾ വേറൊരു ഹോസ്പിറ്റലിൽ ഓർത്തോയിൽ കാണിച്ചു. ഓർത്തോയിൽ കാണിച്ച സമയത്ത് ഇതെനിക്ക് അമ്മ കുറച്ച് മുന്നേ സൂചന തന്നിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ അവർ പറയുകയാണ് ഇത് ചിലപ്പോൾ ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും, ഞരമ്പിൻ്റെയൊക്കെ എന്തോ ചെറിയൊരു പ്രശ്നമാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഈ വിരൽ അനക്കാൻ പറ്റൂല, ഈ തള്ള വിരൽ വലത് കയ്യിൽ തള്ള വിരൽ അനക്കാൻ പറ്റൂല. അമ്മയോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോക്ടർ. ഇങ്ങനെ ചെന്നപ്പോൾ ഒരു ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞ് ചെയ്താൽ പിന്നെ ഈ വിരൽ അത് 100% പേർക്കും കുഴപ്പം വരില്ല, 10% പേർക്ക് വിരൽ അനങ്ങൂല. ആ ഒരു 10% നമ്മൾ പെട്ടുപോയുള്ള അവസ്ഥ ആലോചിച്ചേക്കാൻ ഡോക്ടറിനൊന്നും പറയാൻ പറ്റൂല, അവർ ഉറപ്പൊന്നും പറയണില്ല. അങ്ങനെ അത് കേട്ടപ്പോഴേക്കും നമ്മൾ പതുക്കെ അവിടെ നിന്ന് സ്കൂട്ടായി. അയ്യോ ഓപ്പറേഷനും വേണ്ട, ഒരു മണ്ണാങ്കട്ടയും വേണ്ട, അയ്യോ ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ ആക്കുമ്പോഴൊക്കെ വേദനയാണ്. ചേട്ടൻ പറഞ്ഞ് നമുക്കൊരു കാര്യം ചെയ്യാം, കഷായം കുടിക്കാമെന്ന് പറഞ്ഞ് ഇങ്ങനെ ആയുർവേദം നോക്കാം, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ആ വേദനയൊക്കെ വന്ന് അപ്പം നമുക്ക് ഇതൊക്കെ ആകുമ്പോൾ നമ്മൾ എത്രയൊക്കെ ഭയങ്കരമായും ഞാൻ ഭയങ്കര ബോൾഡാണെന്ന് പറഞ്ഞാലും ചില കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് ഒട്ടും ഈ വേദന പിന്നെ എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റാതെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വേദന വന്നിട്ട് ഇവിടെ ഈ മസിലൊക്കെ ഈ കൈയുടെ ഈ മസിലുകൾ അത്രയും പിടുത്തമായിരുന്നു. ഇവിടെ എനിക്ക് ഷോൾഡർ വരെ ഭയങ്കര വേദനയല്ല, ഒരുമാതിരി കഴപ്പ്. വേദനയെന്ന് പറയാൻ പറ്റൂല. എനിക്ക് ഏറ്റവും പ്രശ്നം എപ്പോഴാണെന്ന് അറിയാമോ, നമ്മൾ ഉറക്കം എഴുന്നേറ്റ് വരുമല്ലോ, ഉറക്കം എഴുന്നേക്കുമ്പോൾ ആദ്യം എടുക്കുന്ന ഫോണാണ്, തൊട്ടടുത്തല്ലേ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഉറക്കം എഴുന്നേക്കണ സമയത്താണ് എനിക്ക് വേദന സഹിക്കാൻ പറ്റൂലെന്ന് വെച്ചാൽ ഈ കൈ ഒന്ന് കുഴഞ്ഞു പോയതുപോലെയാണ്. ആ സമയത്ത് ഫോണോ ചെറിയില്ലെങ്കിൽ ഒരു താക്കോല പോലും എനിക്ക് കൈ കൊണ്ട് ഇങ്ങനെ എടുക്കാൻ പറ്റൂല, അത്ര വേദനയാണ്. ഒരു 5 മിനിറ്റ് ആ വേദന ഞാൻ മുഴുവൻ സഹിച്ച് നിൽക്കുമ്പോഴേക്ക് കുറച്ച് കഴിയുമ്പോൾ ഈ വിരൽ കൈ അനക്കി തുടങ്ങുമ്പോഴേക്കും അതങ്ങ് മാറും. ഒരു 5 മിനിറ്റ് നേരം ഞാനിനി വിളിക്കാത്ത ദൈവങ്ങളെ കാണൂല. പിന്നെ എനിക്ക് ആ ദിവസം ഫുൾ അങ്ങനത്തെ വേദനയില്ല. എടുക്കുമ്പോഴും പിടിക്കുമ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ എടുക്കുമ്പോഴും. പിന്നെ വലത് കൈയല്ലേ നമുക്ക് ഈ തേങ്ങ തിരുവുമ്പോഴേക്ക് ഇവിടെ തട്ടുമല്ലോ, തേങ്ങ തിരുവാൻ പറ്റൂല, പാത്രം ഇങ്ങനെ ഉരച്ച് കഴുകാൻ പാട്, മൊത്തത്തിൽ ബുദ്ധിമുട്ട്. എപ്പോഴും നമുക്ക് ഈ ഒരു വലത് കൈയും അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യേണ്ട പാർട്ടും ഇതാണെന്നാണ് എനിക്കിപ്പോൾ മനസ്സിലായത്. അങ്ങനെ ഒരു കാര്യങ്ങളും പറ്റാതെയായി. പിന്നെ ആ ഒരു 2 ദിവസം അന്ന് മോന് വയ്യാതായിപ്പോയി. മോനും ചെവിവേദനയായിട്ട് അവന് സ്കൂളിലൊന്നും പോകാൻ പറ്റിയില്ല, ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു, നല്ല ചെവിവേദനയും കാര്യങ്ങളൊക്കെ ആയിട്ട്. മോനാണെങ്കിൽ ഇങ്ങനെ തലയിൽ കൈ വെച്ച് വിളിയായിരുന്നു ചെവിവേദന വന്നിട്ട്. അങ്ങനെ പിന്നെ അവനെ കൊണ്ടുപോയി ആ ഹോസ്പിറ്റലിൽ കാണിച്ച്. അങ്ങനെ ഇങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞില്ല, ഈ കർക്കിടകം ഭയങ്കര ദുർഘടമായിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക്. അപ്പോൾ ഞാൻ വിളിച്ച് പറയാം എൻ്റെ അമ്മയടുത്ത് പറയുമ്പോൾ അമ്മ പറയും അത് കർക്കിടക മാസം ആയതുകൊണ്ടാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, സൂര്യന് വരെ നെഗറ്റീവ് എനർജി ഉണ്ടെന്ന് അറിയേണ്ട മാസമാണ് എന്നൊക്കെയാണ് അമ്മ പറഞ്ഞത്. അങ്ങനെയൊക്കെയാണ് പറയണത്, അതിൻ്റെ കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് കർക്കിടകത്തിൽ രാമായണം വായിച്ച് അമ്പലങ്ങളിലും പോയി 10 തോരനും വെച്ച് കഴിച്ച് കർക്കിടക കഞ്ഞിയൊക്കെ കഴിച്ചിരിക്കണമെന്ന് പറയണത് എന്നൊക്കെ അമ്മ പറഞ്ഞു. ശരി ഓക്കെ. അങ്ങനെ പിന്നെ 2 ദിവസം ഞാനങ്ങ് തീരെ കിടപ്പാവും പോലെ ആയിപ്പോയി. എനിക്ക് ഒന്നിനും വയ്യ, എനിക്ക് എഴുന്നേക്കാനും ഒന്നും ചെയ്യാനോ ഒരു കാര്യങ്ങൾക്കും വയ്യ. എനിക്ക് എപ്പോഴും കിടക്കണം. 2 ദിവസം എനിക്ക് ആ ഒരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ രാവിലെ എന്നും എഴുന്നേക്കാനും ഒന്നിനും എനിക്ക് പറ്റിയില്ല. ഞാൻ 6 മണിക്കൊക്കെയാണ് എണീക്കുന്നത്. മാക്സിമം 5:30 കേശുവിന് പോകണമല്ലോ. എങ്ങനെയെങ്കിലും 5:30 കണ്ണ് വലിച്ചു തുറന്നൊക്കെ എനിക്ക് ഭയങ്കര ക്ഷീണമായിപ്പോയി. BP ഒക്കെ നല്ല ഡൗൺ ആയിപ്പോയി. നമുക്ക് മൊത്തത്തിലൊരു വയ്യാതാവുമല്ലോ. അങ്ങനെ ഒരു ദിവസമായപ്പോൾ ഇവിടെ പെരുമഴ, നമുക്ക് ആ ഒരു ദിവസം ഭയങ്കര മഴ പെയ്തത്. അങ്ങനെ ഞാൻ ഇവിടെ കിടക്കുകയാണ്, കട്ടിലിൽ കിടന്നപ്പോൾ മോനും ഉണ്ട്. കട്ടിലിൽ കിടന്നിട്ട് പെട്ടെന്ന് നോക്കിയപ്പോൾ എൻ്റെ കാല്, എനിക്ക് വലത് കൈയാണ് പ്രശ്നം. എൻ്റെ വലത് കാലങ്ങ് അനക്കാൻ പറ്റുന്നില്ല. വലത് കാലെന്ന് വെച്ചാൽ നോക്കിയപ്പോഴത്തേക്ക് ആ വലത് കാലിൻ്റെ 3 ചെറിയ വിരൽ ഇങ്ങനെ നമ്മൾ കാറ്റടിച്ച് ഓലയൊക്കെ ഇങ്ങനെ ചായൂല, അതുപോലെ ഇങ്ങോട്ട് ചാഞ്ഞിരിക്കണം. ഞാൻ വിചാരിച്ചു ഈശ്വര ഇതെന്തോന്ന്. എന്നിട്ട് ആ വിരലിൻ്റെ അവിടെ ഒരു കുഴി പോലെയും വന്നു. ഞാൻ തീർന്നു. ഞാൻ എന്തൊക്കെ അന്നേരം ചിന്തിച്ചാന്ന് വെച്ചാൽ ദൈവം പാരാലിസിസ് ഒക്കെ പിടിച്ച് കിടപ്പാവണം. ഒരു സൈഡ് പോയാ എനിക്ക് ഭയങ്കര പേടി. എങ്ങനെയെങ്കിലും ഞാൻ കാലൊക്കെ ഇങ്ങനെ എണീച്ച് കാല് തടവി ഇരുന്നിട്ട് പെട്ടെന്ന് ചാടി എണീച്ച് നടന്നു. എനിക്ക് പേടി, നടക്കാൻ പറ്റാതെ പോയാലോ. തറയിൽ കാല് വയ്ക്കുമ്പോൾ എങ്ങനെയെന്ന് അറിയാമോ, നമ്മൾ ഇരുമ്പോലൊക്കെ ഇട്ട് ഇങ്ങനെ വെക്കും പോലെ. എനിക്ക് അറിയാൻ പോയി അങ്ങനത്തെ ഒരവസ്ഥ. അപ്പം നടക്കാനൊക്കെ പറ്റണുണ്ട്. വീണ്ടും കട്ടിലിൽ കയറി ഇരുന്ന് വീണ്ടും കാല് തടവി ചെയ്തിട്ട് അമ്മയെ വിളിച്ച്. എന്നിട്ടാണ് ഞാൻ മാക്സിമം നോക്കുക, അത് ശേഷം ആരെങ്കിലും വിളിക്കുള്ളൂ. അങ്ങനെ അമ്മയെ വിളിച്ച് ഞാൻ അമ്മ എനിക്ക് കാലനക്കാൻ പറ്റില്ല. അമ്മ പറഞ്ഞു അയ്യോ അത് മസിൽ കയറിയതാണ്, വേറെ ഒന്നുമല്ല. അങ്ങനെ അമ്മ കുറേ സമയം കാലൊക്കെ തടവി വിരലിങ്ങനെ ചാഞ്ഞ് നിൽക്കുമ്പോഴല്ല, ആരെങ്കിലും പിടിച്ച് നോക്കുമ്പോൾ വിരൽ ഒടിയും പോലെ തോന്നും. അപ്പോൾ അതും പേടി, വിരലെങ്ങനെ ഒടിഞ്ഞു പോയാലോ. അങ്ങനെ കുറേ സമയം മടക്കി നോക്കിയൊക്കെ ചെയ്ത് കാലിൻ്റെ അടിയാണെങ്കിൽ ഭയങ്കര പിടുത്തം, ഭയങ്കര ഒരുമാതിരി വലിയ മുറിയ വേദന പോലെ. അങ്ങനെ ഒരു
ഏകദേശം ഒരു 3/4 മണിക്കൂറോളം അത് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അതങ്ങ് മാറി. പക്ഷെ ആ 3/4 മണിക്കൂർ ഞാൻ എന്തെല്ലാം വിചാരിച്ചെന്നറിയുമ്പോൾ ഞാൻ ഇങ്ങനെ കിടപ്പായി പോയാൽ അയ്യോ കേശുവിൻ്റെ കാര്യങ്ങൾ എന്ത് ചെയ്യും, അമ്മയ്ക്കാണെങ്കിൽ അമ്മയും വയസ്സായിരിക്കണം, അമ്മയ്ക്കും വയ്യ, ചേട്ടന് കടയിൽ പോകണം, അയ്യോ എല്ലാവർക്കും എൻ്റെ അടുത്ത് ദേഷ്യം തോന്നും, എന്തൊക്കെ ഞാൻ ചിന്തിച്ചായിരുന്നു. ഞാനിങ്ങനെ ഓടി നടന്നതല്ലേ ദൈവമേ, ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ട് എന്നെ ഇങ്ങനെ കിടത്തി കളഞ്ഞല്ലോ എന്നൊക്കെയാണ് ഞാൻ ആലോചിച്ചത്. നമുക്ക് ഈ ചെറിയ കാര്യം വരുമ്പോൾ നമ്മൾ അങ്ങ് ഒറ്റയായിരിക്കുമല്ലോ ആദ്യം ചിന്തിക്കുന്നത്. എന്നിട്ട് പിന്നെ ഞാൻ വിചാരിച്ചു നാളെ എന്തായാലും രാവിലെ എണീച്ച് നടക്കാൻ പോകണം. എങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റൂലല്ലോ, നമ്മൾ ഇതുവരെ നമ്മളെ ജീവിതം കൊണ്ട് എത്തിച്ചിരിക്കുകയല്ലേ, ഇനി അങ്ങനെ വിട്ടുകൊടുക്കാനൊന്നും പറ്റൂല. അങ്ങനെയൊക്കെ ആലോചിച്ചിരുന്നിട്ട് പക്ഷെ ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ ഒന്ന് ഉറങ്ങി കേട്ടോ. ഞാൻ അറിഞ്ഞില്ല, ഞാൻ അറിയാണ്ടങ്ങ് ഉറങ്ങി എണീച്ചപ്പോൾ ഓക്കെ, കാലൊക്കെ അപ്പോൾ ഭയങ്കര സന്തോഷം, കാലിന് ഒരു പ്രശ്നമില്ല, പിന്നെ കൈ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതും കൂടെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി കൈവേദന ഇത് പറയുന്നുണ്ട്. പിന്നെ പെയിൻ കില്ലറൊക്കെ ഉണ്ടായിരുന്നല്ലോ കഴിക്കാനായിട്ടൊക്കെ, അതൊക്കെ കഴിച്ചു വന്നപ്പോഴത്തേക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. ഇന്നലെ മുതലാണ് ഞാൻ വിചാരിച്ചത് വേണ്ട ഇനി ഇങ്ങനെ കിടന്നാൽ പറ്റൂല, ഞാൻ തന്നെ നമ്മൾക്ക് ഇങ്ങനെ മോട്ടിവേഷൻ കൊടുത്തിട്ട് പറ്റൂല, ഇനി എണീച്ചാലേ പറ്റുള്ളൂ, അങ്ങനെ കിടക്കല്ലേ, കിടന്നാൽ നീ കിടപ്പായി പോകും, അങ്ങനെയൊക്കെ ഞാൻ തന്നെ ഇങ്ങനെ പറഞ്ഞു. ഞാൻ അല്ലെങ്കിൽ അസുഖം വന്നാലും മാക്സിമം 2 ദിവസം അങ്ങനെ ഒട്ടും വയ്യാതെ ആയിപ്പോയാൽ കിടക്കുള്ളൂ. എനിക്ക് അങ്ങനെ ഒരുപാട് കിടക്കുന്നത് ഒത്തിരി ബുദ്ധിമുട്ടാണ്. മാക്സിമം എണീക്കാൻ നോക്കും, പിന്നെ ഒട്ടും വൈകുമ്പോൾ കിടന്നല്ലേ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇപ്പോഴും എനിക്ക് വിരളനക്കാൻ വയ്യ. ഇപ്പം ഞാൻ ഈ പെയിൻ കില്ലർ കഴിക്കണത് കൊണ്ട് ഇന്നിപ്പോൾ രാവിലെ എണീച്ചപ്പോഴൊന്നും എനിക്ക് ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും വന്നില്ല കേട്ടോ. അപ്പോൾ ഭയങ്കര സന്തോഷം അങ്ങനെയൊക്കെ വന്നപ്പോൾ. എന്നാലും ഇപ്പോഴും ഈ ഒരു ഭാഗം എനിക്ക് തൊടുമ്പോഴും എനിക്ക് ഈ ഒരു എല്ല് പോലെ തട്ടുമല്ലോ, അവിടെയാണ് എനിക്ക് വേദന. പിന്നെ ഞാൻ ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ചത്തെ ഞാൻ ഈ പറഞ്ഞ ദിവസങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇപ്പം നല്ല വേദന കുറവുണ്ട്. എന്നാലും എനിക്കിങ്ങനെ മോനെ ഇങ്ങനെയല്ലേ നമ്മൾ എടുക്കുള്ളൂ, മോനെ അങ്ങനെ എടുക്കാൻ പറ്റൂല. അങ്ങനെയൊക്കെ എടുക്കുമ്പോൾ എൻ്റെ ഉയിര് നമ്മൾ അയ്യോ എന്ന് വിളിക്കും. അതുപോലെ അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഈ കൈ കൊണ്ട് വെയിറ്റ് ഒന്നും എടുക്കരുതെന്ന് പറഞ്ഞു. അങ്ങനെ വെയിറ്റ് ഒന്നും എടുക്കണതൊന്നുമില്ല. പിന്നെ ഇപ്പോൾ വലിയ കുഴപ്പമൊന്നും ഇല്ലാതിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ അവസ്ഥകൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളിത് കാണുന്നത് FBയിലാണെങ്കിൽ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യണം, അല്ല യൂട്യൂബിലാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. പിന്നെ എനിക്കൊരു ഇൻസ്റ്റാ അക്കൗണ്ടും കൂടി ഉണ്ട്. എന്തായാലും നിങ്ങൾ FBയിലും ഇതിലൊക്കെ എന്നെ യൂട്യൂബിലൊക്കെ സഹിക്കുകയല്ലേ, അപ്പോൾ അതും കൂടെ ഒന്ന് ഫോളോ ചെയ്യണേ. കേശൂസ് വൃന്ദാവനം ബൈജുനാഥൻ എന്നാണ് ആ അക്കൗണ്ടിൻ്റെ പേര്. അപ്പോൾ പുതിയ വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം.